ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവ മാസത്തിലെ ലോട്ടറി ഭാഗ്യം, അതായത് ധനഭാഗ്യം ഉദിച്ചിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ്. അതായത് അശ്വതി നക്ഷത്രം അതിലൊന്നാമത്തെ നക്ഷത്രമാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം അനുകൂല ഭാവത്തിലോട്ട് വന്നിരിക്കുകയാണ്. ശനി ഇപ്പോൾ മാറിയത് കാരണം, അതായത് മാർച്ച് 29 ശനി മാറ്റം മൂലം അവർക്ക് കുറച്ച് ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അവർക്ക് വ്യാഴം ഇപ്പോൾ അനുകൂല ഭാവത്തിലോട്ട് വന്നിരിക്കുന്നതിനാൽ വളരെയധികം സൗഭാഗ്യങ്ങൾ അവരെ തേടി എത്തുന്നതായിരിക്കും. അതായത് ശനി അല്പം കണ്ട ശനിയാണ് എങ്കിൽ പോലും അവർക്ക് വ്യാഴത്തിൻ്റെ ആ അനുകൂല ഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി എടുത്താൽ പോലും അടിക്കാൻ ഇവർക്ക് ഭാഗ്യം വന്നിരിക്കുകയാണ്. അപ്പം അത്രയ്ക്ക് ഭാഗ്യം ഉദിച്ചിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. അതുപോലെ ഇവരുടെ നക്ഷത്ര അധിപൻ എന്ന് പറയുന്നത്, അതായത് നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് കുതിരയാണ്. ഇവർ എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല ആക്റ്റീവായിട്ടായിരിക്കും ഇവരിയ്ക്കുക. കുട്ടികളാണെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അതായത് ഇവർ സാധാ പിള്ളേരെ പോലെ എവിടെയെങ്കിലും എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളുണ്ടല്ലോ ചിലപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതമായിരിക്കില്ല ഇവരെന്ന് വെച്ചാൽ നല്ല എപ്പോഴും നല്ല ഊർജ്ജസ്വലരായിട്ട്, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട്, എപ്പോഴും നല്ല വർക്കുകളൊക്കെ ചെയ്യാനായാലും, വർക്കുകൾ മീൻസ് അവരുടെ പഠിത്തമായാലും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ മുതിർന്നവരെന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായാലും എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു അല്പം എന്താ പറയുക എനർജി കൂടുതലായിരിക്കും. അത് ഈ കുതിര ശക്തി എന്ന് പറയത്തില്ലേ, കുതിരയുടെ വാഹനമായതിനാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളിൻ്റെ ഒരു ഇത് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വളരെയധികം ഭാഗ്യം ഉദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നക്ഷത്രം എന്ന് പറയുന്നത്, അടുത്തതെന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ ഭാഗ്യം, അവരുടെ ജീവിതത്തിൽ വളരെയധികം രാജയോഗ തുല്യമായ ഒരു ഭാഗ്യം ഉദിച്ചിരിക്കുക. അതായത് വ്യാഴം അവർക്ക് അനുകൂല ഭാവത്തിലോട്ട് വന്നതിനാൽ ഇവർക്ക് വളരെ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. ഇവർക്ക് രാജയോഗ സമ്പന്ന യോഗമാണ് ഇവരുടെ ഇതിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ലോട്ടറിയൊക്കെ എടുത്താൽ അതല്ലേ ചിട്ടിയാണെങ്കിലും KSF ചിട്ടികൾ അതുപോലുള്ള ചിട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവർക്ക് ഇവർ വിചാരിക്കാതെ തന്നെ വിചാരിക്കും എനിക്കിത് അടിക്കത്തൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോയാലും ഇവർക്കത് ഉറപ്പായിട്ടും അടിച്ചിരിക്കും. കാര്യം ഇവർക്ക് സമ്പന്ന യോഗം രാജയോഗം ഉദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉറപ്പായിട്ടും ഈ ഇടവ മാസത്തിൽ ചിട്ടി അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ലോട്ടറിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ അത് ഭാഗ്യക്കുറി അടിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ, പല രീതിയിൽ നമുക്ക് ഭാഗ്യങ്ങൾ വരാം. അങ്ങനെ ഇവർക്ക് ഭാഗ്യം ഉദിച്ച നക്ഷത്രമാണ് ഈ ഇടവ മാസം. അതായത് കർക്കിടകം വരെ ഇവർക്ക് നല്ല സമയം തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്കും വളരെയധികം സൗഭാഗ്യം ഉദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. വളരെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയുമാണ് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. ഇവർക്കും വ്യാഴം അനുകൂല ഭാവത്തിലോട്ട് വന്നത് കാരണമാണ് ഇവർക്ക് കൂടുതൽ സമ്പന്നയോഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ നാരായണനെ നന്നായി ഭജിക്കുക. ഓം നമോ നാരായണായ ഇവരെ എന്നും ജപിക്കാൻ നോക്കുക. ഒന്നുകിൽ രാവിലെയോ വൈകിട്ടോ, അതല്ല ഉറങ്ങുന്നതിന് അല്പം നേരം മുന്നോ, അതൊക്കെ നമ്മുടെ ടൈമാണ്. ഒരു ദിവസം ഒരു ടൈമെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. കാര്യം നമുക്കെല്ലാം ഭഗവാനാണ്, ഭഗവാനിൽ നിന്നുണ്ടായി നമ്മൾ ഭഗവാനിൽ തന്നെ ലയിക്കുന്നവരാണ്. അപ്പോൾ തന്നെ നമുക്ക് വേറൊന്ന് ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും ഉപരി നമുക്ക് ഭഗവാനുമായിട്ട് റിലേഷൻ വെക്കുക, നാരായണനിൽ തന്നെ ലയിച്ചു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്ന് എല്ലാവരും ഏത് ടൈമിലും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ നിങ്ങൾക്ക് ഒക്കുന്ന ടൈമിൽ ജപിച്ചാൽ മതി. അത് ഇന്ന ടൈമൊന്നുമില്ല. അപ്പോൾ സന്ധ്യാസമയം നിങ്ങൾക്ക് പറ്റിയില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണ്, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി എല്ലാ വർക്കും കഴിഞ്ഞ് ഒന്ന് ക്ലീനായിട്ട് വന്നിട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു 108 പ്രാവശ്യം നാരായണ മന്ത്രം ജപിക്കൂ. അപ്പോഴത്തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുകൂല ഭാവത്തിലാണെങ്കിലും ദൈവികമായ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കത് നടക്കാതെ പോകും. അതുകൊണ്ടാണ് പറയുന്നത് സർവ്വസമ്പന്ന യോഗം വന്നിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുകൂലത കൊണ്ടുവരാനൂടെ നിങ്ങൾ നോക്കുക. അപ്പം ആ സമ്പത്ത് കിട്ടാൻ വേണ്ടി മാത്രമല്ല, എന്നും അങ്ങനെ തന്നെ നമ്മൾ ദിനചര്യ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതമേ രക്ഷപ്പെട്ടു. നമുക്ക് കുറേ സമ്പത്ത് വാരി കൂട്ടുന്നതിലൊന്നും അല്ല അർത്ഥം, അല്ലാതെ തന്നെ അറിയാമല്ലോ. നമുക്ക് സമ്പത്തിലുപരി നമുക്ക് എന്താണ് ഈ ലോകത്ത് വലിയ കഷ്ടതകളൊന്നും വരരുത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകണം അല്ലേ.
നമുക്കിപ്പം ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് മറ്റൊരാളോട് പോയി യാചിച്ച് കഴിക്കേണ്ട അവസ്ഥ വരരുത് അല്ലേ. പകരം നമ്മുടെ കയ്യിൽ തന്നെ അതെടുക്കാൻ കാണണം. അതല്ലേ ഏറ്റവും വലിയ ഇത്. മറ്റൊരാളോട് പോയി കെഞ്ചി യാചിക്കുക, അവർ തരാതിരിക്കുക, അല്ല അവരുടെ വായിലിരിക്കുന്ന ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പം അതിനുള്ള അവസ്ഥ ഭഗവാൻ വരുത്തരുതേ. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉണ്ടാവരുതേ. വസ്ത്രത്തിനായാലും അന്നത്തിനായാലും ഒന്നും മുട്ടുവരരുതേ. രോഗങ്ങളും അത്യാപത്തുകളും വേദനകളും രോഗങ്ങളൊന്നും തരരുതേ. പകരം ഭഗവാന് പ്രായമായവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ജപിക്കാൻ, നാരായണനെ ജപിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. രാവിലെ അത് ഇന്ന സമയമൊന്നുമില്ല, സമയം നോക്കി നിങ്ങൾ ജപിച്ചുകൊള്ളുക. ഉറപ്പായിട്ടും ചതയം നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ധനപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ, അതായത് നിങ്ങൾക്കിപ്പം ഒരു ജോലിയിൽ നിങ്ങൾ ഏർപ്പെട്ടു, അപ്പോൾ നമ്മളിപ്പോൾ അതിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ റിസൈൻ ചെയ്തെടുത്ത് നമുക്ക് ക്യാഷ് അവർ തന്നില്ല. പക്ഷേ നിങ്ങളിപ്പം വിളിച്ചു തരുന്ന ടൈമായിരിക്കും. അതായത് നിങ്ങൾക്കത് തന്നില്ലേ പോലും ഇപ്പോഴും നിയമപരമായിട്ടൊക്കെ നിങ്ങൾ അതിന് പോരാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ പൈസ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ധനം നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചതയം നാളുകാർക്കും നാരായണനെ നന്നായി ഭജിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഭഗവാൻ അത് നടത്തി തരുന്നതായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഭഗവത് സായുജ്യം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അതും ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് നാരായണൻ്റെ തന്നെ നക്ഷത്രമാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ഭഗവാന്റെ തന്നെ നക്ഷത്രമാണ്. അവർക്ക് രാജയോഗ തുല്യമായ ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു ടൈമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നാരായണനെ ഭജിക്കുക. അവർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലതയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ, ലോട്ടറി ഭാഗ്യം, അതുപോലെ ചിട്ടിഭാഗ്യം, അങ്ങനെ ഏതൊക്കെ തരത്തിൽ അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ വാഹനങ്ങളുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ മുഖേന നമ്മുടെ വീട്ടിൽ ധനവരവ് വർദ്ധിക്കാം. അതുപോലെ വീടിന് റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ധനമുണ്ടാകും. അങ്ങനെ പല രീതിയിൽ ധനവർദ്ധനമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ സമ്പത്ത് കുതിച്ചുയരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നാരായണനെ ഭജിക്കുക. അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമോ അല്ലെങ്കിൽ നാരായണൻ്റെ അമ്പലങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ചോളൂ. ഉറപ്പായിട്ടും തിരുവോണം നാളുകാർക്ക് നല്ല സമയം വെച്ചിരിക്കുകയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിനും ഇപ്പോൾ വളരെയധികം ദോഷങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി പൂയം നക്ഷത്രക്കാരായ കുട്ടികൾക്കാണ്, അതായത് വിദ്യാർത്ഥികൾക്കാണ് വളരെയധികം അനുകൂലമായ ഒരു ഭാവത്തിലോട്ട് വ്യാഴം വന്നിരിക്കുന്നത്. കാരണം അവർക്ക് വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉന്നതിയിലെത്താനും അതുപോലെ തന്നെ ധനപരമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകാനും അതുപോലെ പൂയം നക്ഷത്രത്തിൽപ്പെട്ട ആളുകളിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങളാകാം. അത് ചിലപ്പോൾ നമ്മൾ റിട്ടയർഡ് ആയതിനു ശേഷം കിട്ടേണ്ട ഫണ്ട്സോ അതൊക്കെ തടസ്സപ്പെട്ട ഇടയ്ക്കാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതായത് ദൈവീയ അനുകൂലത്താൽ നാരായണൻ്റെ അനുഗ്രഹ ഫലമായിട്ട് വ്യാഴമാറ്റത്തിൽ ഈ ഒരു മാറ്റം കാരണമാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടവ മാസത്തിൽ തന്നെ ഇവർക്ക് ഇതിനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തുള്ള നാരായണൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ അതല്ല നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ചോളുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. നമുക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ ഉറപ്പായും തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും നല്ലത് തന്നെയാണ്. ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്ക് പ്രത്യേക ഭാഗ്യങ്ങൾ അല്പം കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.